പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുന്നു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും UDF പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനെ മോശമായി ചിത്രീകരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി യൂഹന്നോൻ മോർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ, കായികമേള തിരുവനന്തപുരത്തും ശാസ്ത്രമേള പാലക്കാടും നടക്കും. സ്കൂൾ സമയമാറ്റം പിൻവലിക്കുന്നത് പരിഗണനയിൽ ഇല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. നന്ദിക്കര സെന്ററിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. അപകടം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ. ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ. പേരാമംഗലത്ത് ടൂറിസ്റ്റ് ബസ്സുകളും കാറും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഈ മാസം 9-ന് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് നടത്തും. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിൽ വിളംബര ജാഥ നടത്തും. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പിരിവിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 14 പേർ അറസ്റ്റിലായി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട്, ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പാലിയേക്കര മേൽപ്പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. ദേശീയപാതയുടെ തൃശൂർ ഭാഗത്തേക്കുള്ള ട്രാക്ക് പകുതിയോളം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. അതോടെ പ്രവർത്തകർ ദേശീയപാതയുടെ ഒരു വശത്തിരുന്ന് പ്രതിഷേധിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതോടെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് നീങ്ങി. ഏറെ നേരം പോലീസും പ്രവർത്തകരും ബാരിക്കേഡുകൾക്ക് ഇരുപുറം നിന്ന് ബലപരീക്ഷണം നടത്തി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ച് വാഹനങ്ങൾ തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. ബിജെപിയുടെ സർക്കാർ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും UDF പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലും വകുപ്പ് മന്ത്രി പ്രതിക്കൂട്ടിലുമാണ്.
കോട്ടയം മെഡിക്കൽ കോളേജിലെ മരണത്തിന് മന്ത്രിയാണ് ഉത്തരവാദിയെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തിലാകെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. എന്നാൽ ഇതൊന്നും സർക്കാർ പുറത്തുവിടുന്നില്ല. എന്നാൽ PR വർക്കിലൂടെ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയതിനെ താൻ കുറ്റം പറയില്ല. എത്രയും വേഗം സുഖം പ്രാപിച്ച് തിരിച്ചെത്തട്ടെയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പ്രാധാന്യം കിട്ടിയിട്ടില്ലെന്ന് മന്ത്രി M.B. രാജേഷ്. എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോൾ സർക്കാരിനെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും പ്രകടന പത്രിക അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു വകുപ്പ് ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുകയും മറ്റൊരു വകുപ്പ് അങ്ങനെ അല്ലാതാവുകയും ചെയ്യുക സാധ്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. 6000 കോടി രൂപയെങ്കിലും ആശുപത്രികൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്നും 9 വർഷത്തിനിടെ 4000 തസ്തികകൾ അധികമായി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ ആകെയാണ് പ്രവർത്തിക്കുന്നത്. സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും പ്രകടന പത്രികയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നയത്തിന് വിധേയമായിട്ടുമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വകുപ്പ് ദീർഘവീക്ഷണത്തോടെ ആസൂത്രണത്തോടെയും പ്രവർത്തിക്കുകയും മറ്റൊരു വകുപ്പ് അങ്ങനെ അല്ലാതെയും സാധ്യമാവില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും പ്രകടന പത്രികയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പുരോഗതി ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അപ്പോൾ അത് എല്ലാ വകുപ്പും ഒരേ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഫാമിലി ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തും വൈകുന്നേരവും OPI, PHC, എല്ലാ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡയാലിസിസ് ഉണ്ട്. എല്ലാ ജനറൽ ആശുപത്രിയിലും ജില്ലാ ആശുപത്രികളിലും ഇന്ന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാത്ത് ലാബ് ഉണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിലും ഇന്ന് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. See the kind of amazing progress made in the health sector. മാത്രമല്ല, സർക്കാർ ആശുപത്രിയിൽ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ കേരളം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത് ചെയ്യുമ്പോഴും പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകളെ ഈ പെർസ്പെക്റ്റീവിൽ കാണണം. രാജ്യത്ത് സർക്കാർ ആശുപത്രിയിൽ അവയവം മാറ്റിവെക്കൽ നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ആരോഗ്യരംഗത്ത് വൻ നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി M.B. രാജേഷും ഡോക്ടർ തോമസ് ഐസക്കും പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. സർക്കാരിനെതിരെ വിമർശനവുമായി യൂഹന്നോൻ മോർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയ്ക്കെതിരെയാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹന്നോൻ മോർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്തയുടെ വിമർശനം. വല്ല മതിലും ഇടിഞ്ഞു വീണാൽ കേരള സംസ്ഥാനം അനാഥമാകില്ല. അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുന്നതെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ പരിഹാസം. നേരത്തെ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടും സർക്കാരിനെ വിമർശിച്ച് യൂഹന്നോൻ മോർ മിലിത്തിയോസ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. കായികമേള തിരുവനന്തപുരത്തും ശാസ്ത്രമേള പാലക്കാടും നടക്കും. അതേസമയം സ്കൂൾ സമയമാറ്റം പിൻവലിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. സമയമാറ്റം നടപ്പാക്കിയത് കോടതി നിർദ്ദേശപ്രകാരമാണെന്നും മന്ത്രി പറഞ്ഞു. നന്ദിക്കര സെന്ററിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. ഇന്ന് രാവിലെ 7:30യോടെയായിരുന്നു അപകടം. പുതുക്കാട് വടക്കേത്തുറവ് ചിരുകണ്ടത്ത് മോഹനന്റെ മകൾ 17 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത്. ബസ്സിറങ്ങി സഹപാഠിയോടൊപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കോട്ടയം ഭാഗത്തേക്ക് കള്ള് കൊണ്ടുപോയിരുന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിക്കപ്പിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ തെറിച്ചുവീണ വൈഷ്ണയെ നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ. നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിനിയാണ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പിക്കപ്പ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. TCV ന്യൂസ്, പുതുക്കാട്. പേരാമംഗലത്ത് 2 ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. 12 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിവാഹ സംഘം സഞ്ചരിച്ച വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. നിസ്സാര പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഈ മാസം 9-ന് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് നടത്തും. പാർലമെന്റ് ഏകപക്ഷീയമായി പാസാക്കിയ ലേബർ കോഡുകൾ പിൻവലിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക തുടങ്ങിയ
17 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിൽ 7, 8 തീയതികളിലായി പഞ്ചായത്ത് തലത്തിൽ വിളംബര ജാഥകളും പന്തം കൊളുത്തി പ്രകടനവും നടത്തും. പണിമുടക്ക് ദിവസം വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ റാലി നടത്തും. സംയുക്ത ട്രേഡ് യൂണിയൻ സെക്രട്ടറി UP ജോസഫ്, കൺവീനർ KG ശിവാനന്ദൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ MS പ്രേംകുമാർ, വൈസ് ചെയർമാൻ KB സുരേഷ്, കൺവീനർ VS പ്രദീപ്, ബിബിൻ ആലപ്പാട്ട്, KK സേതുമാധവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ കൊടുങ്ങ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷിയിറക്കിയ കർഷകർക്ക് വൻ നഷ്ടം. തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളം കയറി കൃഷി പൂർണ്ണമായും നശിച്ചു. 11 ഏക്കറോളം വരുന്ന കൊടുങ്ങ പാടശേഖരത്തിൽ ഇത്തവണ പതിവിലും നേരത്തെയാണ് വിരിപ്പു കൃഷി ഇറക്കിയത്. വിത്തുപയോഗിച്ച് ഞാറ്റടി തയ്യാറാക്കി ഒറ്റഞ്ഞാർ സമ്പ്രദായത്തിലാണ് കൃഷി ഇറക്കിയത്. ജൂൺ പകുതിയോടെ ഞാറുനടിയിൽ പൂർത്തിയാക്കിയെങ്കിലും വൈകാതെ മഴ ശക്തമായി. ദിവസങ്ങളോളം തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളിക്കുളം വലിയ തോടിന് സമീപമുള്ള പാടശേഖരം മുങ്ങി. വെള്ളത്തിൽ മുങ്ങിക്കിടന്നതിനെ തുടർന്ന് ഓല ചീഞ്ഞ് നെൽച്ചെടികൾ നശിച്ചു. ഞങ്ങളൊരു 11 ഏക്കർ സ്ഥലം വിരിപ്പ് പണിതിരുന്നു. മഴ പെയ്ത് മുഴുവൻ നാശമായി. പായലും അവിടെ തോട്ടിൽ നിന്ന് വെള്ളം കയറി അത് മുഴുവൻ ദിവസങ്ങളോളം പല പ്രാവശ്യങ്ങളിൽ വെള്ളം കയറി നിറഞ്ഞു. അതുകൊണ്ട് ഞാറ് മുഴുവൻ ചീഞ്ഞു പോവുകയും പൂപ്പായി വന്നു കഴിഞ്ഞപ്പോൾ ഇത് കൂമ്പെടുത്ത് വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മുഴുവനായിട്ട് ഇത് പോയി എന്നുള്ള കണ്ടീഷനിൽ ഇട്ടിരിക്കുകയാണ്. മഴയിൽ കൃഷി നശിച്ചതിലൂടെ കർഷകർക്ക് വലിയൊരു തുകയുടെ നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. ഇനി വീണ്ടും കൃഷി ഇറക്കിയാൽ കൊയ്ത്തു വൈകാനും അടുത്ത വിളയായ മുണ്ടകനിറക്കാനും താമസം നേരിടാനും ഇടയുള്ളതിനാൽ ഇത്തവണത്തെ വിരിപ്പു കൃഷി ഉപേക്ഷിച്ചെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് പറഞ്ഞു. TCV ന്യൂസ്. മുഹറം അവധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റില്ല. മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ ആവശ്യം സർക്കാർ തള്ളി. കലണ്ടറിൽ നിലവിൽ മുഹറം അവധി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞായറാഴ്ചയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രോപദേശക സമിതികൾക്ക് കൂച്ചുവിലങ്ങ്. ദേവസ്വം ബോർഡിന്റെ അനുമതി കൂടാതെ വാർത്താ സമ്മേളനമോ വാർത്താക്കുറിപ്പോ പാടില്ലെന്നാണ് പുതിയ ഉത്തരവ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളെ നിയന്ത്രിക്കുന്നതിനാണ് ബോർഡ് സെക്രട്ടറിയുടെ ഉത്തരവ്. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനും ചടങ്ങുകൾ വീഴ്ചയില്ലാതെ നടത്തുന്നതിനും ആവശ്യമായ സഹായം ബോർഡിന്റെ അനുമതിയോടെ ചെയ്യുകയാണ് ഉപദേശക സമിതികളുടെ ചുമതലയെന്നാണ് ജൂലൈ 3 ബോർഡ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിലുള്ളത്. അതേസമയം ബോർഡിന്റെ പുതിയ നിർദ്ദേശത്തിൽ ഭക്തർക്കും സംഘടനകൾക്കും എതിർപ്പുണ്ട്. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. നേരത്തെ 2 തവണ മോഷണം നടന്ന സ്വർണ്ണക്കടയിൽ വീണ്ടും മോഷണ ശ്രമം. കയ്പമംഗലം 3 പീടികയിലാണ് സംഭവം. 3 പീടികയിൽ ഐഡിയ ജ്വല്ലറിയിൽ ചുമർ കുത്തിത്തുരന്ന് മോഷണശ്രമം നടത്തിയ സംഭവത്തിൽ കയ്പമംഗലം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം SI T അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ജ്വല്ലറിയിലെ CCTV പരിശോധിച്ചതിൽ നിന്നും പുലർച്ചെ 2:30ക്കും 3:30ക്കും ഇടയിലുള്ള സമയത്താണ് മോഷണശ്രമമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 3:15 ചുമർ തുരന്ന് ഒരാൾ മുഖം മറച്ച് ജ്വല്ലറിയിലേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മോഷ്ടാവ് അകത്ത് കടന്ന ഉടൻ തന്നെ CCTV സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കടന്നുവരുവാനുള്ള വലുപ്പത്തിലാണ് പിൻഭാഗത്തെ ചുമർ തുരന്നിട്ടുള്ളത്. 2024 ഇതേ ജ്വല്ലറിയിൽ സമാന രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട്. അതേ സ്ഥലത്തെ ചുമർ തന്നെയാണ് കുത്തിത്തുരന്നത്. 3ാം തവണയാണ് ഈ ജ്വല്ലറിയിൽ മോഷ്ടാക്കൾ കടക്കുന്നത്. 2007 ആദ്യ മോഷണം നടന്നത്. അന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. 2024 നടന്ന മോഷണത്തിൽ 200 ഗ്രാം വെള്ളിയാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു.
ഈ കേസുകളിലൊന്നും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. TCV ന്യൂസ്, കയ്പമംഗലം. ഒല്ലൂക്കര വില്ലേജ് ഓഫീസിൽ മോഷണം. ഓഫീസിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 750 രൂപ മോഷണം പോയി. വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ മണ്ണുത്തി പോലീസ് കേസെടുത്തു. 1.5 മാസം മുൻപ് തൃശൂർ നഗരത്തിലെ വില്ലേജ് ഓഫീസിൽ മോഷണ ശ്രമം നടന്നിരുന്നു. കിണറിൽ വീണ വീട്ടമ്മയെ രക്ഷിച്ച് ചേർപ്പ് പോലീസ്. കിണറിൽ ഇറങ്ങി രക്ഷപ്പെടുത്തിയ പോലീസിന് അഭിനന്ദന പ്രവാഹം. കഴിഞ്ഞ വ്യാഴാഴ്ച പെരിഞ്ചേരിയിൽ നിന്ന് വൈകിട്ട് ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വരികയാണ്. ഒരു വീട്ടമ്മ കിണറിൽ വീണു എന്നുള്ളതായിരുന്നു ആ ഫോൺ കോൾ. ഉടൻ തന്നെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പേർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. അവിടെ എത്തുമ്പോൾ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ വീട്ടമ്മ. ആ വീട്ടമ്മയെ കിണറ്റിലേക്ക് ചാടി രക്ഷിച്ചത് കൂട്ടത്തിലുണ്ടായിരുന്ന പ്രദീപ് കുമാർ എന്ന CPO. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആ ദൃശ്യങ്ങൾ. ആ സംഭവം എന്താണെന്ന് നമുക്ക് ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത 4 പേര് നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ഷാജു, എന്തായിരുന്നു? വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം ഫോൺ വന്നു. പെരിഞ്ചേരി പള്ളിയുടെ അടുത്തൊരു ശ്രീ കിണറ്റി വീണെന്ന് പറഞ്ഞ് ഫോൺ വന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ജീപ്പ് എടുത്ത് 10 മിനിറ്റിനുള്ളിൽ, ഏകദേശം 10 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തുമ്പോൾ അവിടെ വീടിൻ്റെ മുൻവശം കുട്ടികളൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്ക് സൈഡിലെ കിണറ്റിലാണ് വീണിരുന്നത്. അപ്പോൾ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു. ആരും ഇറങ്ങാൻ തയ്യാറില്ലായിരുന്നു. അപ്പോൾ പ്രദീപ് വേഗം കുട്ടികളെ കരച്ചിലൊക്കെ ഇട്ട ആളുടെ മനസ്സിൽ കൊണ്ട് ആൾ വേഗം തന്നെ കയറൊക്കെ പിടിച്ച് ഇറങ്ങി. സാധാരണ പോലീസിനെ കുറിച്ചുള്ള പരാതികൾ ഏറെ പറയാറുണ്ട്, പക്ഷേ പോലീസിലെ നന്മയൊന്നും ആരും പ്രത്യേകം എടുത്ത് പറയാറില്ല. അദ്ദേഹത്തിന് സ്വന്തം കുട്ടികളെ പോലെയാണ് തോന്നിയത്. അവരുടെ അമ്മയുടെ ജീവന് വേണ്ടി 2 കുട്ടികൾ കിണറിൻ്റെ കരയിലിരുന്ന് കരയുകയായിരുന്നു. എന്തായിരുന്നു ആ സമയത്ത്? നമ്മൾ ജീപ്പ് നിർത്തി ഓടി വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ കിട്ടിയത് 2 കുട്ടികൾ ഭയങ്കര നൊലുവിളി. അവരെ അമ്മയോ ആരൊക്കെ അങ്ങനെ ഭയങ്കര നൊലുവിളി. അപ്പം നമ്മുടെ മാനസികാവസ്ഥ വളരെ ഇതായിരുന്നു. അപ്പോൾ കുറച്ച് വയസ്സായ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആ വയസ്സായ ആൾക്കാർ പറയണം, അപ്പോൾ പേടിക്കണ്ട, പോലീസ് വന്നു. ഞങ്ങൾ 4 പേരെ പോണത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ മറന്നു. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അങ്ങനെ ഒരു ഇതിലാണ് തോന്നിയത്. ഞാൻ കയറുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ എവിടെ നിന്ന് ഒരു കയറ് കൊണ്ടുവന്നു. അവൻ പറഞ്ഞാൽ മരത്തമ്മ കെട്ടിക്കോ. അത് ഇവർ തന്നെയാണ് പിടിച്ചു തന്നത്. ഇവർ ആ കെട്ടണതിന് മുന്നേ ഇവർ പിടിച്ചു ഇറങ്ങിക്കോ. ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് ഇറങ്ങി എൻ്റെ കാല് കൊടുത്തിട്ടും കാല് സ്ത്രീക്ക് പിടിക്കാൻ പറ്റുന്നില്ല. സ്ത്രീ നല്ലോണം ഭയങ്കര ക്ഷീണതയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, കോണി ഇറക്കാമെന്ന് പറഞ്ഞാൽ കോണി ഇറക്കിയിട്ട് ആ കോണി പിടിക്കാൻ പറഞ്ഞപ്പോൾ ആ കോണിയുടെ ഉള്ളിൽ കൈയിട്ട് നിന്നു. അത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ പിടിച്ച കയറിൻ്റെ തല കഴിഞ്ഞു. എനിക്കിനി ഇറങ്ങാനും പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ഫയർഫോഴ്സിൻ്റെ സൈറൻ കേട്ടപ്പോൾ കയറിക്കോളം പറഞ്ഞ് അവർ വന്ന് കൊട്ടയിട്ട് അവർ സിമ്പിളായിട്ട് കയറ്റി. ഒരു ജീവൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. വളരെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ശ്രീ പ്രദീപ് കുമാർ, ഷൈജു, അനീഷ്, അജിത് കുമാർ. നേരത്തെ പറഞ്ഞ പോലെ പോലീസിൻ്റെ കുറ്റങ്ങൾ ഏറെ പേർ പറയും, പക്ഷേ ഈ നന്മ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആ വീഡിയോ. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ ഭാഗമായി സ്വകാര്യ ഹെലികോപ്റ്റർ, ഡ്രോൺ തുടങ്ങിയവയ്ക്ക് വിലക്ക്. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കണ്ടാണശ്ശേരി പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭ എന്നീ പ്രദേശങ്ങളിലാണ് വിലക്ക്. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ 10:30 വരെയാണ് നിരോധനമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കുടുംബശ്രീ വിജ്ഞാന കേരളം മിഷന്റെ സഹായത്തോടെ ഓണത്തിന് മുൻപ് 1 ലക്ഷം സ്ത്രീകൾക്ക് പ്രാദേശികമായി തൊഴിൽ നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. വിജ്ഞാന കേരളം മുഖ്യ ഉപദേശകൻ ഡോക്ടർ TM തോമസ് ഐസക് എന്നിവർ പറഞ്ഞു. മുളങ്കുന്നത്തുകാവ് കിലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും അവലോകന യോഗങ്ങളിൽ വെച്ചാണ് ഈ തൊഴിൽ ക്യാമ്പയിന് അവസാന രൂപം നൽകിയത്. ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സമിതികൾ രൂപീകരിക്കും. പ്രാദേശിക തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിന് സംരംഭക സംഘടനകളുമായി ജില്ലാതല യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് 1 ലക്ഷം സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി പ്രാദേശിക തൊഴിൽ ലഭ്യമാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ, മറ്റ് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ അവലോകന യോഗം ഞാനും
വിജ്ഞാന കേരളത്തിൻ്റെ ചീഫ് അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക്കും പങ്കെടുത്തുകൊണ്ട് ചേരുകയായിരുന്നു. ഇത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലും സ്ത്രീ പദവിയിലും അതുപോലെ സാമൂഹിക അന്തരീക്ഷത്തിലുമെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇടപെടലാണ്. സാക്ഷരതാ പ്രസ്ഥാനത്തിനും ജനകീയാസൂത്രണത്തിനുമൊക്കെ സമാനമായിട്ടുള്ള ഒരു വലിയ ഇടപെടലിനാണ് ഇതിലൂടെ തുടക്കം കുറിക്കുന്നത്. ഓരോ പ്രദേശത്തുമുള്ള തൊഴിലുകൾക്ക് സ്ത്രീ തൊഴിലാളികളെ കണ്ടെത്തുന്നത് കുടുംബശ്രീ CDSകളായിരിക്കും. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എല്ലാ ബ്ലോക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും. 25 വർഷം പിന്നിടുമ്പോൾ കുടുംബശ്രീ ദിശാമാറ്റം വരുത്തുകയാണെന്നും ഇത് സമൂഹത്തിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ജില്ലയിലെ ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഇവരെ ബന്ധപ്പെടാൻ ടീമുകൾ ഉണ്ടാവും. സെലക്റ്റഡ് ഇതിനൊക്കെ ഒരു കഴിവുള്ള പ്രൊഫഷണൽ സെമി പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരും ജനപ്രതിനിധികളും അവർ ഓരോരുത്തരെയും കണ്ട് ജോലി അവസരങ്ങൾ എടുക്കും. അവരോട് പറയുന്നത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ നിങ്ങൾ എടുത്തോ ശ്രീയെ, ഞങ്ങൾ പരിശീലിപ്പിച്ച് തരാം. ഇങ്ങനൊരു ഓഫർ ഇതുവരെ കേരളത്തിൽ കൊടുത്തിട്ടില്ല. ദാറ്റ്സ് എ കീ തിങ്. നിങ്ങൾ സെലക്ട് ചെയ്യുന്നവരെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ ചെലവിൽ സ്കില്ല് ചെയ്യിക്കും. പക്ഷെ 30 കഴിഞ്ഞിട്ടുള്ള വീട്ടമ്മമാരായിരിക്കും നമ്മുടെ ടാർഗറ്റ് ഫോഴ്സ്. TCV ന്യൂസ്, തൃശൂർ. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. PKS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. സോമപ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CK ഗിരിജ, സംസ്ഥാന കമ്മിറ്റി അംഗം UR പ്രദീപ് MLA, ജില്ലാ സെക്രട്ടറി KV രാജേഷ് എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര വനമേഖലയിലുള്ള ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ നാട്ടുമോന്തോട്ടം ഒരുങ്ങുന്നു. ഉന്നതിയിലെ ജലക്ഷാമത്തിനും മണ്ണൊലിപ്പിനും പരിഹാരം കാണുന്നതിനായി നടപ്പാക്കുന്ന ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായാണ് നാട്ടുമാന്തോപ്പ് ഒരുങ്ങുന്നത്. ആനപ്പാന്തം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശാസ്താംപൂവം കാടാർ ഉന്നതിയിൽ സംഘടിപ്പിച്ച വനമഹോത്സവത്തിന്റെ ഭാഗമായാണ് നാട്ടുമാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചത്. വിവിധ ഇനം ഔഷധ സസ്യങ്ങളുടെ പ്രദർശനത്തോട്ടത്തിനു വേണ്ടിയും തൈകൾ നട്ടു. അടുത്ത ഘട്ടത്തിൽ വിവിധ ഇനം ഫലവൃക്ഷങ്ങളും ഔഷധവൃക്ഷങ്ങളും ഉന്നതിയിൽ നട്ടുപിടിപ്പിക്കാനും പദ്ധതിയുണ്ട്. വനംവകുപ്പ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കൊടകര മേഖലാ കമ്മിറ്റി, നന്ദിക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, കാടാർ പഠനസംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉന്നതിയിൽ വനമഹോത്സവം സംഘടിപ്പിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ AA ബേബി ഉദ്ഘാടനം ചെയ്തു. ഊരുമൂപ്പൻ സേവ്യർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി വനവികസന ഏജൻസി ഡിവിഷണൽ കൺവീനർ EP പ്രസീത, വനസംരക്ഷണ സമിതി സെക്രട്ടറി VN വിനോദ് കുമാർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖല ഭാരവാഹികളായ KK അനീഷ് കുമാർ, AP ജോസ്, TM ശിഖാമണി, കാടാർ പഠനസംഘം കൺവീനർ ജോയ് കാവുങ്ങൽ, നന്ദിക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ ലിജി, കവിയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. നല്ലോണം പണിയെടുത്താൽ നല്ല പോലെ ജീവിക്കണം, നല്ല പോലെ ജീവിക്കണം പുല്ലാരേ, നല്ല പോലെ ജീവിക്കണം പുല്ലാരേ. തനനനെ 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 തനനനെ. TCV ന്യൂസ്, കൊടകര. ഒറ്റപ്പാലത്ത് ബസ് കണ്ടക്ടർ കുഴഞ്ഞു വീണു മരിച്ചു. നടുവത്തുപാറ സ്വദേശി ജയേഷാണ് മരിച്ചത്. ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു സംഭവം. 2 റൂട്ടുകളിലെ ബസ് ജീവനക്കാർ തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കമുണ്ടായതായി പറയുന്നു. ഇതിനിടെ കുഴഞ്ഞു വീണ ജയേഷിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. അതേസമയം ജയേഷ് തർക്കത്തിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വില്ലേജിൽ 12 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പട്ടയ വിതരണത്തിന് മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് സ്ഥലങ്ങൾ സന്ദർശിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് കൊടുമ്പ പുനരധിവാസ നഗറിലാണ് 10 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് അനുമതിയായത്. 2 കുടുംബങ്ങളുടെ പട്ടയത്തിനുള്ള സാക്ഷ്യപത്രം ലഭിച്ചിട്ടില്ല. 2 കുടുംബങ്ങൾ സ്വന്തമായി ഭൂമിയുള്ളതിനാലും മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തതിനാലും പട്ടയം അപേക്ഷ തള്ളിയിരുന്നു. കാഞ്ഞിരക്കോട് മലനാട് ഒനിയൻ കമ്പനിക്ക് സമീപം തോപ്പിൽ വീട്ടിൽ കുമാരൻ, ഇന്ദിര എന്നിവരുടെ വീട്ടിലും തഹസിൽദാർ പട്ടയ വിതരണത്തിന് മുന്നോടിയായി സന്ദർശനം നടത്തി. ജൂലൈ 15-ാം തീയതിയാണ് ജില്ലയിൽ പട്ടയമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. താലപ്പള്ളി താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി, ചേലക്കര നിയോജക മണ്ഡലങ്ങളിലായി 1010 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്.
വടക്കാഞ്ചേരി മണ്ഡലത്തിൽ 633 പട്ടയങ്ങളും ചേലക്കര നിയോജക മണ്ഡലത്തിൽ 377 പട്ടയങ്ങളുമാണ് അനുവദിച്ചിരിക്കുന്നത്. താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിനെ കൂടാതെ വാർഡ് മെമ്പർ AB ബബിത, കാഞ്ഞിരക്കോട് വില്ലേജ് ജീവനക്കാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. സഹകരണ മേഖലയിലെ ഏറ്റവും കുറഞ്ഞ പലിശയിൽ മെഗാ ഗോൾഡ് ലോൺ മേളയുമായി സമാനതകളില്ലാത്ത മാതൃക സൃഷ്ടിക്കുകയാണ് തൃശൂർ വരടിയം സർവീസ് സഹകരണ ബാങ്ക്. അന്താരാഷ്ട്ര സഹകരണ വർഷാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത്. രാജ്യത്ത് തന്നെ സഹകരണ മേഖലയിൽ ഇന്നുവരെ ആരും നൽകാത്ത കേവലം 5.9% പലിശ നിരക്കിൽ 25 ലക്ഷം രൂപ വരെ വായ്പയെടുക്കാവുന്ന ഗോൾഡ് ലോൺ പദ്ധതിക്കാണ് വരടിയം സർവീസ് സഹകരണ ബാങ്ക് തുടക്കം കുറിച്ചത്. 1000 രൂപയ്ക്ക് ഒരു ദിവസം വെറും 16 പൈസ പലിശയിൽ ഏറ്റവും ഉയർന്ന വായ്പാ സംഖ്യ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ബാങ്കിൽ അംഗങ്ങളല്ലാത്തവർക്ക് പോലും ലഭ്യമാകുമെന്നതാണ് മെഗാ ഗോൾഡ് ലോൺ മേളയുടെ സവിശേഷത. മാർക്കറ്റ് വില കൂടുന്തോറും വായ്പാ സംഖ്യയും കൂടും. പണയാഭരണങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ബാങ്ക് ഉറപ്പുവരുത്തുന്നു. 10 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ലോണായി നൽകുന്നത്. 78 വർഷത്തെ വിശ്വസ്ത പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സഹകരണ ബാങ്ക് എന്ന തലയെടുപ്പോടെ മുന്നേറുന്ന ഈ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 11,265 മെമ്പർമാർക്ക് 25% ഡിവിഡന്റ് വിതരണം ചെയ്തത് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. 25 വർഷവും 70 വയസ്സും പൂർത്തിയായവർക്ക് ആജീവനാന്ത പെൻഷൻ, വായ്പ കൃത്യമായി അടയ്ക്കുന്നവർക്ക് 5% പലിശ റിബേറ്റ്, രോഗികൾക്ക് ചികിത്സാ സഹായം തുടങ്ങിയവയും ചെയ്തു വരുന്നു. എല്ലാത്തരം വിശേഷാഘോഷങ്ങൾക്കും ഉതകുന്ന 3 AC ഹാളുകൾ, തൃശൂർ മെഡിക്കൽ കോളേജിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ, 24 മണിക്കൂറും ലഭ്യമാകുന്ന ആംബുലൻസ് സർവീസ്, മാവേലി സ്റ്റോർ, വളം ഡിപ്പോ, മൊബൈൽ ഫ്രീസർ സേവനങ്ങളും ബാങ്ക് ലഭ്യമാക്കുന്നു. വരടിയം, വെളപ്പായ, എടക്കുളം, കോളങ്ങാട്ടുകര എന്നിവിടങ്ങളിൽ ബാങ്കിന്റെ ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈൽ ആപ്പിലൂടെ ബാങ്കിന്റെ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാണ്. P. പ്രസാദ് പ്രസിഡന്റും P. ശശി സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് ബാങ്കിനെ നയിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരള എഴുത്തച്ഛൻ സമാജം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന അധ്യക്ഷൻ PR സുരേഷ് നിർവഹിച്ചു. കോലഴി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ജില്ലാ പ്രസിഡന്റ് KK ജയറാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ, MA കൃഷ്ണനുണ്ണി, PS ജയഗോപാൽ, രഞ്ജിത്ത് ബാലൻ, MN ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുഭാഷയുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾക്ക് 30 വയസ്സ്. ലളിതവും സരസവുമായ ഭാഷയിലൂടെ എന്നും നമ്മെ വിസ്മയിപ്പിക്കുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. തലമുറകൾ വ്യത്യാസമില്ലാതെ ഏവർക്കും സുപരിചിതനായ എഴുത്തുകാരൻ. ബഷീറിനെ ഇത്രമേൽ സ്വീകാര്യനാക്കിയത് അദ്ദേഹത്തിന്റെ ഭാഷാശൈലി തന്നെയാണ്. സ്വന്തം അനുഭവങ്ങളെ തന്നെയാണ് അദ്ദേഹം സാഹിത്യമായി വെളിപ്പെടുത്തിയത്. തന്റെ മുന്നിലൂടെ കടന്നുപോകുന്ന എന്തിനേയും ബഷീർ നിരീക്ഷിക്കും. ഉറുമ്പോ പൂച്ചയോ എലിയോ അങ്ങനെ എന്തു തന്നെയായാലും അതിനെ മനസ്സിൽ സൂക്ഷിച്ച് പിന്നീട് എഴുതുന്ന കഥകളിൽ അവയെ കഥാപാത്രങ്ങളാക്കി മാറ്റും. പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ബാല്യകാലസഖി, മതിലുകൾ, നീലവെളിച്ചം, ആനപ്പൂട തുടങ്ങിയ കഥകളും നോവലുകളുമെല്ലാം വായനക്കാരിൽ ബഷീറിനെ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ്. ജീവിതത്തിൽ താൻ കണ്ടും കേട്ടും പരിചയിച്ച സത്യങ്ങളുടെ ആവിഷ്കാരമാണ് അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം. ഭാഷയുടെ ലാളിത്യവും സാധാരണക്കാരായ കഥാപാത്രങ്ങളും ബഷീർ കൃതികളെ കാലത്തിനപ്പുറത്തേക്ക് നയിക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV. വിദ്യാർത്ഥികൾക്ക് കൗതുകമായി ഇലക്ട്രോണിക് വോട്ടിംഗിലൂടെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ച് തിരൂർ സെന്റ് തോമസ് LP സ്കൂൾ. ആൻഡ്രോയിഡ് ആപ്പിന്റെ സഹായത്താൽ EVM ആയി വലിയ ടാബും കൺട്രോൾ യൂണിറ്റായി മൊബൈലും ഉപയോഗിച്ചായിരുന്നു വോട്ടിംഗ്. സ്ഥാനാർത്ഥികളുടെ പേരിനൊപ്പം അവരുടെ ഫോട്ടോയും മെഷീനിൽ പ്രദർശിപ്പിച്ചിരുന്നു. യഥാർത്ഥ വോട്ടിംഗ് രീതി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി. യഥാർത്ഥ തെരഞ്ഞെടുപ്പിനെ അനുസ്മരിക്കും വിധം നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ഇലക്ഷൻ പ്രചാരണവും ഉണ്ടായി. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, സുരക്ഷാ ചുമതലയുള്ള പോലീസ് സേന എന്നിവരുടെ റോളുകളിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇലക്ഷൻ പ്രക്രിയ നിയന്ത്രിച്ചത്. 97.5% പോളിംഗും രേഖപ്പെടുത്തി. വോട്ട് ചെയ്തവരെ വിരലിൽ പേനാമഷി കൊണ്ട് അടയാളപ്പെടുത്താനും മറന്നില്ല. 4ാം ക്ലാസ്സിലെ ദിയ K ദിലീപ് സ്കൂൾ ലീഡറായും ജോഹാൻ ജോജോ ഇമ്മട്ടി അസിസ്റ്റന്റ് ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 5-ാം തീയതി സ്കൂൾ അസംബ്ലിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങും നടന്നു. പ്രധാന അധ്യാപിക മേഴ്സി അടക്കമുള്ളവർ നേതൃത്വം നൽകി. TCV
തൃശൂർ. ജില്ലാ പഞ്ചായത്തിന്റെ തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ പ്രതിഭാ സംഗമം പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ TG രവി മുഖ്യാതിഥിയായിരുന്നു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, ഉള്ളുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ AEO ജീജ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ എണ്ണം ഉന്നത വിജയം നേടിയ. ഇനി വാണിജ്യം. അമലാനഗറിൽ ബിരിയാണി കമ്പനി റെസ്റ്റോറന്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ, അറേബ്യൻ, ചൈനീസ് രുചിക്കൂട്ടുകളുടെയും സ്വാദിഷ്ടമായ വിവിധയിനം ബിരിയാണികളുടെയും കൊതിയൂറും കലവറയാണ് ഇവിടെ ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത്. അമല ആശുപത്രിക്ക് സമീപം ആഷിഫ കോംപ്ലക്സിലാണ് നവീകരിച്ച ബിരിയാണി കമ്പനി റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ചിക്കൻ ബിരിയാണി, ലഗോൺ ബിരിയാണി, കുട്ടൻ ബിരിയാണി, ഗീ റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, ഷ്വേസ്വാൻ വെജിറ്റബിൾ എഗ് ചിക്കൻ മിക്സഡ് ഫ്രൈഡ് റൈസുകൾ തുടങ്ങിയവയുടെ കൊതിയൂറും രുചി ബിരിയാണി കമ്പനിയുടെ സവിശേഷതയാണ്. കൂടാതെ വിവിധ ഇനം കൊത്തുപൊറോട്ട, ചൈനീസ് സ്റ്റാർട്ടേഴ്സുകളായ ചിക്കൻ 65, ബീഫ് ഡ്രൈ ഫ്രൈ, ഗോബി 65, പനീർ 65, ചിക്കൻ കൊണ്ടാട്ടം, ഡ്രാഗൺ കൊണ്ടാട്ടം, ചൈനീസ് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളായ ജിഞ്ചർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, പെപ്പർ ചിക്കൻ, ബട്ടർ ചിക്കൻ, കടായി ചിക്കൻ, ചിക്കൻ മഞ്ചൂരിയൻ, ചില്ലി ബീഫ്, ചില്ലി ഗോബി, ചില്ലി പനീർ, ചില്ലി മഷ്റൂം, മഷ്റൂം മഞ്ചൂരിയൻ, മഷ്റൂം മസാല, കടായി പനീർ തുടങ്ങിയവയും വിവിധ നൂഡിൽസ് ഇനങ്ങൾ, ഹോട്ട് ഡ്രിങ്ക്സ്, ഫ്രൂട്ട് ഷേക്സ്, ജ്യൂസ് ഇനങ്ങൾ, മൊജിറ്റോസ്, ഐസ്ക്രീം ഐറ്റംസ് തുടങ്ങിയവയെല്ലാം ബിരിയാണി കമ്പനി റെസ്റ്റോറൻറ്റിലെത്തുന്ന ഭക്ഷ്യപ്രേമികൾക്ക് മിതമായ നിരക്കിൽ ആസ്വാദികരമായ രുചിയനുഭവം സമ്മാനിക്കുന്നവയാണ്. ഓർഡർ അനുസരിച്ച് 4 കിലോമീറ്റർ പരിധിയിൽ വിഭവങ്ങൾ ഫ്രീ ഹോം ഡെലിവറിയായി ലഭ്യമാണ്. പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9645600097. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുന്നു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും UDF പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനെ മോശമായി ചിത്രീകരിക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി യൂഹന്നാൻ മോർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ, കായികമേള തിരുവനന്തപുരത്തും ശാസ്ത്രമേള പാലക്കാടും നടക്കും. സ്കൂൾ സമയമാറ്റം പിൻവലിക്കുന്നത് പരിഗണനയിൽ ഇല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. നന്ദിക്കര സെന്ററിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. അപകടം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ. ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ. പേരാമംഗലത്ത് ടൂറിസ്റ്റ് ബസ്സുകളും കാറും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഈ മാസം 9-ന് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് നടത്തും. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിൽ വിളംബര ജാഥ നടത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.